ഹായ്, ഇന്നിവിടെ ഞാൻ കാണിക്കുന്നത് ഒരു തട്ടിക്കൂട്ട് ലഞ്ചാണ് കേട്ടോ. ഇന്നിപ്പോൾ ഇവിടെ നല്ല ക്ലൈമറ്റാണ്, നല്ല മഴയുണ്ട്, നല്ല തണുപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള മടി ഉണ്ടായിരുന്നു. പിന്നെ അത് തന്നെയല്ല, ഒരു കാർബ് കുറച്ചുകൊണ്ടുള്ള ഫുഡാണ് കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ രീതിക്കുള്ള ഫുഡാണ് വെക്കുന്നത്. ഇപ്പോൾ ഫിഷാണ്, നല്ല ഫ്രഷ് മീനാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് ഒന്ന് മാരിനേറ്റ് ചെയ്യുക. അതൊരു 15 മിനിറ്റ്സ് ഞാൻ വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അത് ഫ്രൈ ചെയ്യുന്ന സമയത്തേക്ക് വേറെയുള്ളത് കടല ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. വേവിച്ചിട്ട് പിന്നെ മുളക് പൊടി മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് ഡ്രൈ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഡ്രൈ ആക്കിയ കടലയൊന്ന് ഒരു കുറച്ച് ഉള്ളി, തക്കാളി, പച്ചമുളക്, പിന്നെ നമ്മുടെ കൊറിയാണ്ടർ ലീവ്സ് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു സലാഡ് പോലെ. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞ ഫുഡ് എന്നുള്ളതേ ഉള്ളൂ. ഹെൽത്തി ആയിരിക്കണം. ഇതാകുമ്പോൾ നല്ല പ്രോട്ടീൻ ആയിരിക്കുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ളതാണ് ഇതെല്ലാം കാണുന്നത്. റെഡിയാക്കി വെക്കുകയാണ് ഞാൻ. പിന്നെ ഇത് നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോഴത്തേനും അത് മിക്സ് ചെയ്യുന്ന സമയത്തിനുള്ളിൽ നമ്മുടെ മീൻ നന്നായിട്ട് ഫ്രൈ ചെയ്ത്, ഒരു സൈഡ് ഫ്രൈ ആയി, അടുത്ത സൈഡ് ഫ്രൈ ആയി വരുന്നു. അപ്പോൾ എളുപ്പമുണ്ട് ജോലിയൊക്കെ. അപ്പം ഉള്ളിയും പച്ചമുളക് ഇതെല്ലാം കൂടെ ഒരു ബൗളിനകത്തോട്ട്, ഉള്ളി, പച്ചമുളക്, കൊറിയാണ്ടർ ലീവ്സ് ഇതെല്ലാം കൂടെ ഒരു ബൗളിനകത്തോട്ട് ഇട്ടിട്ട് കുറച്ച് വിനെഗറും കുറച്ച് സോൾട്ടും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അതൊന്ന് പുരട്ടിയെടുക്കും. അതിനുശേഷം അതിനകത്തോട്ട് നേരത്തെ വേവിച്ച് പിന്നെ മുളക് പൊടിയൊക്കെ ചേർത്ത് വെച്ചിരുന്ന, ഡ്രൈ ആക്കി വെച്ചിരുന്ന കടലയാണ് ഞാൻ മിക്സ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ, ഒരു സലാഡ് പോലെ, അതാണ് ഉദ്ദേശം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫുഡാണ് ഇതും. പിന്നെ നമ്മുടെ ഫിഷ് ഫ്രൈ. പിന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ മോരാണ്. മോര് കഴിഞ്ഞ ദിവസം ഞങ്ങൾ നല്ല പഴുത്ത മാങ്ങ വാങ്ങിച്ച് പോയിട്ട് തിരിച്ച് ഇവിടെ വന്ന് കട്ട് ചെയ്തപ്പോൾ നല്ല പുളി മാങ്ങ. പച്ചമാങ്ങയ്ക്ക് ഇത്രയും പുളി കാണത്തില്ല, അതൊരു പുളി. അപ്പോൾ അതിനെ മോരായിട്ട് മാറ്റി, കാരണം അത് അല്ലാതെ കഴിക്കാൻ പറ്റില്ല, നല്ല പുളി. അപ്പോൾ അത് മോരായിട്ട് മാറ്റി. അപ്പം മോരും കുറച്ച് റൈസ്, പിന്നെ കടലക്കറിയല്ല സോറി, കടലയുടെ സലാഡ്, പിന്നെ ഫിഷ് ഫ്രൈ. ഇതായിരുന്നു ഇന്നത്തെ തട്ടിക്കൂട്ട് ലഞ്ച്. ഇച്ചിരി ലേറ്റായി ഞാനിത് ഇടാൻ.